ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷർമെന്റ് ലാബിലെ ഒരു എക്സ്പെരിമെന്റ് ആയ വാട്ട് മീറ്റർ ബൈ ഡയറക്റ്റ് കാലിബ്രേഷൻ എന്നുള്ള എക്സ്പെരിമെന്റിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ മെഷർമെന്റ് ലാബിന്റെ പേരും കോഡുകളും എല്ലാവർക്കും അറിയുന്നതാണ്. സബ്ജക്ട് കോഡ് 3039 ആണ്. ഇലക്ട്രിക്കൽ മെഷർമെന്റ് ലാബ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ എക്സ്പെരിമെന്റിന്റെ എയിം നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കാലിബ്രേറ്റ് എ ഗിവൺ വാട്ട് മീറ്റർ ബൈ ഡയറക്ട് ലോഡിംഗ് അറ്റ് UPF ആൻഡ് ഓൾസോ പ്ലോട്ട് ദ എറർ കർവ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എയിം. അപ്പൊ ഇതിനകത്ത് കുറച്ച് വേർഡുകളൊക്കെ നമുക്ക് പുതിയതായിട്ട് തോന്നാം. കാലിബ്രേറ്റ്, വാട്ട് മീറ്റർ, UPF, എറർ കർവ്. ഈ ഓരോ വേർഡുകളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ വാട്ട് മീറ്ററിന്റെ കേസാണ് പറയുന്നത്. ഗിവൺ വാട്ട് മീറ്റർ ഒരു സ്റ്റാൻഡേർഡ് വാട്ട് മീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്ട് മീറ്ററിനെയായിട്ട് കമ്പയർ ചെയ്ത് അതിനകത്ത് എത്രമാത്രം എറർ ഉണ്ട്, ഓരോ ലോഡ് കണ്ടീഷനിലും എത്രമാത്രം എറർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള നെസസറി ആക്ഷൻസ് ചെയ്യുന്നതിനാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാട്ട് മീറ്റർ ഒരു സ്റ്റാൻഡേർഡ് വാട്ട് മീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാട്ട് മീറ്ററിനായിട്ട് കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. ഇനി വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ UPF എന്താണെന്നുള്ളത് നോക്കാം. എറർ കർവ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കാലിബ്രേഷന്റെ കേസ് പറഞ്ഞു. അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ടു സ്റ്റാൻഡർഡൈസ് ബൈ ഡിറ്റർമൈനിങ് ദ ഡീവിയേഷൻ ഫ്രം എ സ്റ്റാൻഡേർഡ് സോ ആസ് ടു അസർട്ടൈൻ ദ പ്രോപ്പർ കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. എങ്ങനെ? ഡീവിയേഷൻ ഫ്രം എ സ്റ്റാൻഡേർഡ് വാട്ട് മീറ്ററിൽ നിന്ന് തന്നിരിക്കുന്ന വാട്ട് മീറ്ററിന് എന്തോരം ഡീവിയേഷൻ ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, സോ ആസ് ടു അസർട്ടൈൻ പ്രോപ്പർ കറക്ഷൻ ഫാക്ടർ. അതിൽ നിന്ന് നമുക്ക് കറക്ഷൻ ഫാക്ടർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ആക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് വാട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ പവർ മെഷറിംഗ് ഡിവൈസ് ആണ്. ഇലക്ട്രിക്കൽ പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവർ P = VI cos φ. അതിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. ഇത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. AC-യിലും DC-യിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാട്ട് മീറ്റർ ആണ്. അതൊരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എത്രയാണോ പവർ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര പവർ ആണോ അതിൽ കൂടെ കടന്നു പോകുന്നത്, ആ ഇൻസ്റ്റന്റിലെ പവറിനെയാണ് നമുക്ക് കാണിച്ച് തരുന്നത്. വാട്ട് മീറ്റർ കാണുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് നമുക്ക് ടെർമിനലുകൾ കാണുന്നുണ്ട്, അതേപോലെ ഡയൽ കാണുന്നുണ്ട്. ഇതാണ് അതിന്റെ ഡയൽ എന്ന് പറയുന്നത്. റീഡിംഗ് എടുക്കുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്. അവിടെ സ്കെയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്കെയിലുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാരലാക്സ് എറർ ഇല്ലാതിരിക്കാനായിട്ട്. യൂണിറ്റ് വാട്ട്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആണ്, അതുകൊണ്ട് AC-യിലും DC-യിലും നമുക്ക് ഉപയോഗിക്കാം. പോയിന്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ താഴെ കണ്ട ഒരു സ്ക്രൂ ഉണ്ട്. ഇത് 0 അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ടെർമിനൽസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കോം എന്ന് പറഞ്ഞൊരു ടെർമിനൽ ഉണ്ട്, M എന്ന് പറഞ്ഞൊരു ടെർമിനൽ ഉണ്ട്, L ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്. ഇത് നമുക്ക് കാണുന്നില്ല, ഇതിനകത്ത് പേരുകൾ എഴുതിയിട്ടുണ്ട് താഴെ. നമുക്ക് അടുത്ത ഫിഗറിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ ടെർമിനലുകൾ കണ്ടു, അതേപോലെ മീറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടു, ഡയലിലെ കൺസിസ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു, 0 അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാനാണ്. അപ്പൊ ഇതിനകത്ത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനകത്ത് ഫിക്സഡ് കോയിൽ ഉണ്ട്. ഫിക്സഡ് കോയിൽ 2 ഹാഫായിട്ട് 2 സൈഡിലായിട്ട് വെച്ചിരിക്കുന്നു. ഇതാണ് മൂവിംഗ് കോയിൽ. ഓക്കെ, ഇതാണ് മൂവിംഗ് കോയിൽ. ഫിക്സഡ് കോയിലിന് ഹാഫ് പോർഷൻ റൈറ്റ് സൈഡിലും നെക്സ്റ്റ് ഹാഫ് ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ചിരിക്കുന്നു. സെന്ററിൽ മൂവിംഗ് കോയിൽ വെച്ചിരിക്കുന്നു. പോയിന്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പ്രിങ്, ഓക്കെ, കൺട്രോൾ സ്പ്രിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. എന്നിരുന്നാലും നിങ്ങൾക്കൊന്ന് അതിന്റെ ഐഡിയ കിട്ടാനായിട്ട് ഒന്നുകൂടി കാണിച്ചു തന്നു മാത്രം. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഏതാണ്? മോട്ടറിംഗ് ആക്ഷൻ തന്നെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, whenever a current carrying conductor placed in a magnetic field it tends to മൂവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് ഈക്വലൻ ടു എന്തായിരിക്കും? അപ്പോൾ ടോർക്ക് ഈക്വലൻ ടു VI cos phi എന്ന് പറയുന്ന രീതിയിലാണ് ഇതിന്റെ ടോർക്ക് ജനറേഷൻ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചുള്ള പവറിനെ സ്കെയിലിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. ഇതാണ് ആക്ച്വൽ കേസിലെ വാട്ട് മീറ്ററിലെ ഇതാണ് കറന്റ് കോയില്. കട്ടി കൂടിയ കമ്പികൾ ഉപയോഗിച്ചത് 2 ഹാഫായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ നടുവിൽ കാണുന്നതാണ് മൂവിംഗ് കോയില്. ഇതാണ് ഷാഫ്റ്റ്, ഇൻസുലേറ്റർ ഷാഫ്റ്റ് ആണ്. റെഡ് കളറിലുള്ള സ്ലീവ് ആണത്, ഇൻസുലേഷൻ ആണ്. സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മൂവിംഗ് കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിനും ഈ സെയിം സ്പ്രിങ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഇതാണ് നമ്മുടെ സ്കെയില്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കെയിൽ കാണുന്നുണ്ട്. സ്കെയിലിലെ ഡിവിഷൻസ്, ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്ത് കാണുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് കളർ എന്നുള്ള രീതിയിലാണ് റീഡിങ്ങുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ എളുപ്പത്തിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്യാപ്പ്, ആർക്ക് ഷേപ്പിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഈ മിറർ വരിക. മിറർ എന്തിനാണ് വെക്കുന്നത്? പാരലാക്സ് എറർ ഇല്ലാതിരിക്കുന്നതിനാണ്. ഒബ്സർവേഷണൽ എറർ ആണ് പാരലാക്സ് എറർ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. ഒബ്സർവേഷണൽ എറർ ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്ററിൽ കൂടെ നേരെ താഴ്ത്തിക്കാണ് നോക്കുന്നതെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ മിററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ സൈഡിൽ നിന്ന് ചെരിഞ്ഞിട്ടാണ് നോക്കുന്നതെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമ്മൾ റീഡിംഗ് എടുക്കാൻ പാടില്ല, അപ്പോൾ എറർ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നേരെ റിഫ്ലക്ഷൻ ഇല്ലാത്ത സമയത്താണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പാരലാക്സ് എറർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാമ്പിങ്ങിന് വേണ്ടിയിട്ട് എയർ ഫ്രിക്ഷൻ ചാമ്പർ, ഇതാണ് എയർ ഫ്രിക്ഷൻ ചാമ്പർ. ഈ ആർട്ട് ഷേപ്പിലുള്ള ഈ അലുമിനിയം ബോഡിയുടെ അടിയിലാണ് ചാമ്പറിന്റെ കവറാണ് ഈ അലുമിനിയം ബോഡി. ഓക്കെ, അതേപോലെ ഇവിടെ കൺട്രോൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് പോയിന്റർ ആണ്. പോയിന്ററിന്റെ ഈ അറ്റത്തായിട്ട് ബാലൻസിങ് വെയിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷണൽ വൈസ് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട, നമ്മൾ റീഡിംഗ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു ഫാക്ടറാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്കെയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 0, 50. ഇതിങ്ങനെ ഗ്രാജുവൽ ഇൻക്രിമെന്റ് ചെയ്ത് അവസാനം 750ലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, 750ലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് ഈ റീഡിങ്ങുകൾ എടുക്കുമ്പോൾ നമുക്ക് നേരിട്ട് ഇതാ ഇവിടെയാണെങ്കിൽ 250 ആണെന്നുള്ളത് മനസ്സിലായി. ഇവിടെ 300 ആണ്. നേരിട്ട് റീഡിങ്ങുകൾ എടുക്കാം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഇല്ല, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതേസമയം ഇവിടെ വേറെ 2 റീഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. 1500 ആൻഡ് 3000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് റീഡിംഗ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ എടുക്കുന്ന റീഡിങ്ങിനെ ഒരു പർട്ടിക്കുലർ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈക്വലൻ ടു 1500ലേക്ക് എത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. 750യുടെ സ്കെയിലാണ്. അപ്പോ 1500 ആണെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം നമുക്ക്. ഓക്കെ, ഇൻറ്റു 2 ചെയ്താലാണ് നമുക്ക് ഇത് കിട്ടുക. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2 ആണെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അതേപോലെ തന്നെ ഇത് 3000 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു 4 ചെയ്താലാണ് നമുക്ക് 3000 കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ അത് കണക്ഷനും ഡിപ്പെൻഡഡ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിനെ കുറിച്ചിട്ട് പറയാം ഡീറ്റെയിൽ ആയിട്ട്. അതിന് മുന്നോടിയായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിലേക്ക് വേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യത്തിനെ കുറിച്ച് പറയാനാണ്. ഈ 750 എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുന്ന സ്കെയിലിന്റെ മാക്സിമം ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. മാക്സിമം ഗ്രാജുവേഷൻ ഓൺ ദ സ്കെയിൽ എന്ന് പറയുന്നത് 750 ആണ്. ഗ്രാജുവേഷൻസിന്റെ മാക്സിമം ഇതാണ് ഗ്രാജുവേഷൻസ്. ഓക്കെ, ഓരോ ഡിവിഷൻസും ഗ്രാജുവേഷൻസ്, ഓരോ വരകളിനെയാണ് ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത്. ഈ ഗ്രാജുവേഷന്റെ മാക്സിമം വാല്യൂ ആണ് 750 എന്ന് പറയുന്നത്. ഓക്കെ, 750 എന്ന് പറയുന്നത്. അപ്പൊ ഈ 750 ആണ് നമ്മുടെ ഈ സ്കെയിലിന്റെ, ഈ തന്നിരിക്കുന്ന ഡയലിന്റെ മാക്സിമം ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് 750 ആണ്. അപ്പോൾ കാൽക്കുലേഷൻ നമുക്ക് ആവശ്യം വരുന്നുണ്ട് അത്. അപ്പോൾ 1500 3000 എടുക്കരുത്. മാക്സിമം ഗ്രാജുവേഷൻ 750 ആണ്. ആ കാര്യം ക്ലിയർ ആയി. അടുത്ത് നമുക്ക് അതിലേക്ക് പോവാം. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ബൈ ചൂസിംഗ് ദ റേഞ്ച് ഓഫ് വാട്ട് മീറ്റർ suitably to match the power to be measured, we can arrive at a constant called multiplication factor. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് റേഞ്ചിൽ നമുക്ക് റീഡിംഗ് എടുക്കുന്നതിന് ഒരു കോൺസ്റ്റന്റ് വേണം. ആ കോൺസ്റ്റന്റിനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഈക്വൽ ടു വോൾട്ടേജ് സെലക്ടഡ് ഇൻറ്റു കറന്റ് സെലക്ടഡ് ഇൻറ്റു പവർ ഫാക്ടർ. ഓക്കെ, ഏത് വോൾട്ടേജിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, അതേപോലെ കറന്റ് റേഞ്ച് എത്രയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്,
അതുപോലെ തന്നെ പവർ ഫാക്ടർ എത്രയാണോ ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഓൾ ഡിവൈഡഡ് ബൈ മാക്സിമം ഗ്രാജുവേഷൻ ഓൺ ദ സ്കെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ സ്കെയിലാണെങ്കിൽ 750 ആണ് മാക്സിമം ഗ്രാജുവേഷൻ ഓൺ ദ സ്കെയിൽ, നേരത്തെ ഞാൻ പറഞ്ഞ സ്കെയിലിലത്തെ. ഓക്കെ, അപ്പൊ ഈ കാര്യം ഓർത്ത് വയ്ക്കുക. വോൾട്ടേജ് സെലക്ടഡ് ഇൻറ്റു കറന്റ് സെലക്ടഡ് ഇൻറ്റു പവർ ഫാക്ടർ ഓൾ ഡിവൈഡഡ് ബൈ മാക്സിമം ഗ്രാജുവേഷൻ ഓൺ ദ സ്കെയിൽ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. അപ്പൊ നമുക്ക് ട്രൂ റീഡിംഗ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രൂ റീഡിംഗ് ഈക്വൽ ടു എന്ത് വേണം? ഇൻഡിക്കേറ്റർ റീഡിംഗ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ഓക്കെ, ഇപ്പൊ ഈ സ്കെയിലിൽ എടുക്കുകയാണെങ്കിൽ ഈ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ 1500 സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ 400 നീഡിലെങ്കിൽ ആ സമയത്ത് ആക്ച്വലി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2 ആണ്. അപ്പൊ ആക്ച്വൽ റീഡിംഗ് എന്തായിരിക്കും? 400 ഇൻറ്റു 2 ചെയ്താലാണ് നമുക്ക് ആക്ച്വൽ റീഡിംഗ് കിട്ടുക. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് വോൾട്ടേജ് സെലക്ടഡ് എന്ന് പറഞ്ഞു. നമുക്കിവിടെ വാട്ട് മീറ്ററിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോൾട്ടേജസ് ഉണ്ട്. നേരത്തെ കാണാത്ത ടെർമിനൽസിന്റെ പേരുകളാണ് ഈ കാണുന്നത്. 220 ഉണ്ട്, 110 ഉണ്ട്, 55 വോൾട്ട് ഉണ്ട്. അപ്പൊ ഏത് വോൾട്ടേജിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്ന വയർ, അതിനെയാണ് വോൾട്ടേജ് സെലക്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജ് സെലക്ടഡ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ കേസിൽ സിംഗിൾ ഫേസ് AC സപ്ലൈ ആണെങ്കിൽ നമ്മൾ 220 വോൾട്ടിലാണ് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് കറന്റ് സെലക്ടഡ്. ഇപ്പോൾ ഇവിടെ 4 ടെർമിനലുകൾ കാണുന്നുണ്ട്. B1 B2 കാണുന്നുണ്ട്, E1 E2 കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് B1 B2ലാണ് ലിങ്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ സപ്പോസ് B1 B2 ആണെങ്കിൽ അതെന്താ ഒരു 5 ആംപിയർ ആണെന്ന് കൺസിഡർ ചെയ്യാം. അതിന്റെ ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്, മീറ്ററിന്റെ താഴെ തന്നെ കാണും. അപ്പൊ അതനുസരിച്ച് നമുക്ക് കറന്റ് എത്രയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതേസമയം വീണ്ടും E1 B1 E2 അല്ലെങ്കിൽ B2 E1 ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് സപ്പോസ് ടു ഗിവ് 10 ആംപിയർ കപ്പാസിറ്റി. അപ്പൊ 10 ആംപിയറിലാണെങ്കിൽ നമ്മൾ കറന്റ് സെലക്ടറിൽ 10 ആംപിയർ എടുക്കണം. ഈ കണ്ടീഷൻ ആണെങ്കിൽ 5 ആംപിയർ എടുക്കണം. അത് എങ്ങനെയാണ് കണക്ഷൻസ്, ഏതിൽ കണക്ട് ചെയ്താൽ എത്ര ആംപിയർ ആണെന്നുള്ള ഡീറ്റെയിൽസ് മീറ്ററിന് താഴെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നോക്കി നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇതാണ് നമ്മുടെ വാട്ട് മീറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫിക്സ്ഡ് കോയിൽ, 2 ഹാഫ് ആയിട്ട് വെച്ചിരിക്കുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൂവബിൾ കോയിൽ, പ്രഷർ കോയിൽ, ഇത് കറന്റ് കോയിൽ. അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ സിമ്പിൾ ആണ്. ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ സിമ്പിള്. കറന്റ് കോയിൽ ഉണ്ട്, പ്രഷർ കോയിൽ ഉണ്ട്, ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന UPF എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റി പവർ ഫാക്ടറിനാണ് UPF എന്ന് പറയുന്നത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് ഫൈ. എന്റെ ഡെഫിനേഷൻ എന്താണ്? കൊസൈൻ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് കറന്റ്. അതിനാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. 3 തരത്തിലെ പവർ ഫാക്ടർ ഉണ്ട്. ലീഡിംഗ് ഉണ്ട്, ലാഗിംഗ് ഉണ്ട്, അതേപോലെ തന്നെ യൂണിറ്റി ഉണ്ട്. ഓക്കെ, ആദ്യം ഇതാണ് ലീഡിംഗ് പവർ ഫാക്ടർ എന്നാണ്. വോൾട്ടേജിനെ അപേക്ഷിച്ച് കറന്റ് ലീഡ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, ലീഡ് ചെയ്ത് നിൽക്കുന്നു, അതിന്റെ ആംഗിൾ കോസ് ഫൈ. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിന് ഇൻഫേസ് ആയിട്ടാണ് നിൽക്കുക. കോസ് ഫൈ ഈക്വൽ ടു 1. ഓക്കെ, കോസ് 0 ഈക്വൽ ടു 1 ആണ്. ഇതിന് ആംഗിൾ ഇല്ല, ആംഗിൾ ഈക്വൽ ടു 0 ആണ് ഇവിടെ. അപ്പൊ കോസ് 0 ഈക്വൽ ടു 1. അപ്പൊ ഇത് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാഗിംഗ് ആണ്. കറന്റ് ലാഗ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, തീറ്റ ആംഗിൾ താഴത്തേക്കാണ്. വോൾട്ടേജിന് ശേഷമാണ് കറന്റ് വരുന്നത്. ഇവിടെ കറന്റ് മുന്നോട്ട് പോവാണ്. നമ്മളൊരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് മെഷർമെന്റ് നടത്തുന്നതെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ പവർ ഫാക്ടർ എന്താന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എറർ കർവ്. എറർ കർവ് എന്ന് പറഞ്ഞ് ഇറ്റ് റെപ്രസെന്റ് ദ പെർസെന്റേജ് എറർ അക്കോർഡിംഗ് ടു ദ ലോഡ് കറന്റ്. ലോഡ് കറന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ കറന്റ് റേഞ്ചിലും എത്രമാത്രം എറർ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനെയാണ് എറർ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? P actual മൈനസ് P മെഷേർഡ് ഓൾ ഡിവൈഡഡ് ബൈ P actual ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? പെർസെന്റേജ് എററായി. P actual എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI cos Y. P മെഷേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് മീറ്റർ റീഡിംഗ്. വാട്ട് മീറ്ററിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള റീഡിംഗ്. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ VI cos Y ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് എററായി. ഓക്കെ, P മെഷേർഡ് ഈക്വൽ ടു പവർ ഒബ്റ്റൈൻഡ് ഫ്രം വാട്ട് മീറ്റർ, P ആക്ച്വൽ ഈക്വൽ ടു VI cos Y. സ്റ്റാൻഡേർഡ് റീഡിംഗ്. അതാണ് സ്റ്റാൻഡേർഡ് വാട്ട് മീറ്ററിന് പകരം നമ്മളിവിടെ സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്ററും അമ്മീറ്ററും വെച്ചിട്ടാണ് റീഡിങ്ങുകൾ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് എറർ കർവ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ സർക്യൂട്ടിനെ അനലൈസ് ചെയ്യുന്നതാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുവരെയ്ക്കും ബൈ ബൈ, താങ്ക് യു.